ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈൻ ടോം ചാക്കോയുടെ വെറുപ്പിക്കൽ ഈ സിനിമയിൽ ഇല്ല എന്നതാണ്. അങ്ങനെ പറയാൻ കാരണം അതൊരു വലിയ പോസിറ്റീവ് തന്നെയാണ്. കാരണം ഷൈൻ ടോം ചാക്കോയുടെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ സിനിമക്ക് കയറാൻ വേണ്ടുന്ന ഒരു രണ്ട് വട്ടം ആലോചിക്കും. പിന്നെ നമ്മുടെ പണി ഇതായതുകൊണ്ട് എന്തായാലും കയറി കണ്ടേ പറ്റുള്ളൂ. ഷൈൻ ടോം ചാക്കോയുടെ സീൻസ് ഒക്കെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോന്നാൽ മതി എന്നൊരവസ്ഥയിൽ നിന്നിട്ടാണ് കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും കിടന്ന് പുള്ളി ഇന്റർവ്യൂവിൽ എന്ത് കാണിക്കുന്നു അത് തന്നെയാണ് സിനിമയിലും കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ കുറേയധികം ബെറ്റർ ആയിട്ടുണ്ട്. അത് ഇനി പണ്ടെങ്ങാണ്ട് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയാണോ എന്ന് എനിക്ക് അറിയില്ല, എന്ന് ഷൂട്ട് ചെയ്താണെന്ന് എനിക്ക് അറിയില്ല. എനിവേ എന്തായാലും ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് ആണ് കേട്ടോ. അത് ഇതിന്റെ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, സോങ്സ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്, കിഡുമായിട്ടുണ്ട്. സാധാരണ എനിക്ക് എത്ര നല്ല പാട്ടാണെങ്കിലും എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇതെന്ത് പാട്ട് ഞാൻ ശ്രദ്ധിക്കാറ് പോലുമില്ല ചിലപ്പോൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഠിന കടോര മണ്ടകളാകം എന്ന സിനിമയിലെ പാട്ടൊക്കെ ഞാൻ സിനിമ കണ്ട സമയത്ത് ഇങ്ങനൊരു പാട്ട് അതിലുണ്ടായിരുന്നെന്ന് ആലോചിച്ചിട്ട് പോലില്ല. പിന്നീട് ആ പാട്ട് തന്നെ ലൂപ്പിൽ ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന ആ ഒരു പ്രണയക്കത്ത് പാട്ടൊക്കെ നമ്മൾ ലൂപ്പിൽ കേട്ടിട്ടുണ്ട്, മൂന്നോ നാലോ തവണയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ കണ്ട സമയത്ത് ഞാൻ ആ പാട്ടിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിലെ മ്യൂസിക്കിന് അധികം വിലയിരുത്താൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെറുതെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഗംഭീരാക്കി ബീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതില ഒരു സോങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി വരുന്ന ഗാനമേളകളിലും ടൂറിസ്റ്റ് ബസ്സിന്റെ അകത്തും ഒക്കെ നല്ല രീതിയിൽ കേൾക്കാൻ സാധ്യതയുള്ള പാട്ടാണ്. അതൊരു ഗംഭീര വൈബായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ. അതാണ് രണ്ടാമത്തെ ഒരു നല്ല പോസിറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ വേറെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ സിനിമ ടോട്ടലി എനിക്ക് ഒട്ടും വർക്ക് ആവാത്തൊരു സിനിമയാണ്. ആകെ നല്ലതെന്ന് പറയാൻ തോന്നിയ ഈ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ ടോട്ടലി ഇതിൻ്റെ ഒരു കഥപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് വർക്ക് ആയതായിട്ട് ഈ സിനിമയിൽ ഒന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിലൊരു സ്റ്റോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ അമേച്ചറായിട്ട് ചെയ്തു വെച്ച ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്തിനൊക്കെയോ അതായത് ഈ നമ്മളൊരു ആന്റഗണിസ്റ്റ് അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ലെവലൊക്കെ ഉണ്ടല്ലോ, ആ സംഭവമൊക്കെ ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇല്ലാന്ന് പറയാം. ഇതില് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് പോലീസുകാരോട്, കേരള പോലീസിനോട് വല്ല വിരോധം ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം അതുപോലത്തെ എഴുത്താണ് കംപ്ലീറ്റ്ലി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ എപ്പോഴും നന്മവരാവണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ലോജിക്കലി ഒന്ന് ആലോചിക്കാൻ പറ്റണ്ടേ. ഇതിൽ കുറെ സ്ഥലത്ത് ചക്ക വീണ് മുകിലിയാവുന്നുണ്ട്. കുറെ അത് ആ ആ സംഭവത്തിനെയൊക്കെ നായകന്റെ ബ്രില്യൻസ് ആയിട്ട് നായകൻ തകർത്ത്, നായകന്റെ കഴിവ് എന്നൊക്കെയുള്ള രീതിയിൽ BGM ഒക്കെ ഇട്ട് ഗംഭീരാക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ലോജിക്കലായിട്ട് ഭയങ്കര അധികം ചിന്ത ഈ സിനിമ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അത് സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഭയങ്കര ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സിനിമ കണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അതായത് ഈ സിനിമയിൽ ഇങ്ങനെ കുറെ സംഭവം ഉണ്ട്, പക്ഷേ അതപ്പോൾ എങ്ങനെ അങ്ങനെ ശരിയാവും എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പല അല്ലാത്ത ലോജിക്കലായിട്ട് വരാത്ത പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സിനിമയിലെ ശ്രദ്ധ നമ്മളെ പിടിച്ചിരുത്താൻ മാത്രം ആ സിനിമക്ക് കഴിവില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എനിവേ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് യാതൊരു ഡെപ്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആൽമരം പോലെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ കാരണം ഈ സ്ക്രിപ്റ്റ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ പല വഴി ചെതറിയൊക്കെ ഇങ്ങനെയൊക്കെ പോണേ, പല രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. എനിവേ, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. കുറേ അധികം ഇൻസിഡന്റുകളൊക്കെ ഉണ്ട്. ആ ഇൻസിഡന്റ് ഒക്കെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനൊപ്പം വേറൊരു കാര്യം കൂടി പറയണം. ഈ ഡോഗ്സിന്റെ ഒക്കെ മേറ്റിംഗ് സീൻസ് ഒക്കെ യൂട്യൂബ് വീഡിയോയിൽ പോലും അത് 18+ മേളിലേക്കുള്ള ടിക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പല യൂട്യൂബ് ചാനലുകളിലും അങ്ങനെയാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾക്ക് കാണാവുന്ന രീതിയിൽ ഒരിക്കലും അപ്ലോഡ് ചെയ്യാറില്ല. ഈ സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങനെ ഒരു സീൻ ഇതിൽ ഉൾപ്പെടുത്തിയത് അത് ആ ഒരു ആംഗിളിൽ മാത്രമേ സംവിധായകൻ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സംവിധായകന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമായിരിക്കാം. എനിക്കെന്തോ അങ്ങനെ ഒരു സീൻ അവിടെ വേണമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷോട്ട് ആ സീനിന് സീനിന്റെ പ്രാധാന്യമൊക്കെ ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഇൻസിഡന്റുകളിൽ
ഒരു ഇൻസിഡന്റ്, ഈ ഇൻസിഡന്റ് ഒക്കെ കുറെ അധികം സാധനങ്ങൾ പെറുക്കി കൂട്ടിയിട്ട് ഇതിലെല്ലാം കൂടി കണക്ട് ചെയ്യണമല്ലോ എന്നും പറഞ്ഞിട്ട് ഏച്ചി കെട്ടിയ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു പെറ്റിന്റെ, ആ ഒരു ഡോഗിന്റെ ഷോട്ടിന്റെ കാര്യമാണ്. ആ ഒരു ഷോട്ട് അങ്ങനെ വെക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ട് ടോട്ടലി എനിക്ക് പറയാനുള്ളത്. ഇതൊരു തിയേറ്ററിൽ പോയി നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണേണ്ട സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ OTT-ലോ മറ്റോ വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ സിനിമ കണ്ട വേറെ ആരെങ്കിലും വളരെ ഗംഭീരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. അങ്ങനെ താങ്ക് യു സോ മച്ച്.